ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമുക്കിവിടെ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ മാറ്റി നട്ടതെല്ലാം കുറച്ചൊന്ന് മാറ്റമുണ്ടെന്ന് തോന്നുന്നു. എല്ലാം സെറ്റാക്കി വെച്ചിരുന്നതാണ്. അതെല്ലാം കുറേശ്ശെയൊക്കെ മാറ്റമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇനി ഇതിലും പോകുന്നതിനെ അങ്ങ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും വെറൈറ്റി വയ്ക്കുന്നതായിരിക്കും. കുറേ ടബുകൾ താഴെയും വെച്ചിട്ടുണ്ട്, മാറ്റിക്കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് തന്നെ ഇത്രയും സ്പേസും ആയി. പണ്ടത്തെ അതേ സ്പേസായി. നമ്മളന്ന് വച്ചിരുന്നപ്പോൾ നമ്മളൊന്നും അറിഞ്ഞില്ല, പക്ഷേ അന്ന് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വച്ച് കഴിഞ്ഞ് 10 ടബോളം, 15 ടബോളം മാറ്റിയിട്ടും അതേ സ്പേസ് തന്നെയാണ് ഇരിക്കുന്നതും. അപ്പം കുറേയൊക്കെ മാറ്റമുണ്ട്. പോകുന്നത് വീണ്ടും ആ ടബങ്ങ് മാറ്റി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവിടെയൊക്കെ ട്യൂബർ കിടപ്പുണ്ട്, നട്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം മാറ്റി വയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ചെണ്ടുമല്ലിത എല്ലാം മുകളിൽ, പിന്നെ ഒരു ടബ് പൊട്ടി എന്ന് പറഞ്ഞല്ലോ, അതിൽ വെച്ചേക്കുന്നത് മാത്രം താഴെയുണ്ട്. പക്ഷേ അതിൽ ഹോളിടാത്തത് കൊണ്ട് മഴവെള്ളം നിൽക്കുന്നുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ ഇവിടെ കൊണ്ട് ഇന്നലെ വെച്ചതല്ല. ഇനിയിപ്പം വെയിലാകുമ്പോൾ ഒന്ന് വാടും, എന്നാലും നല്ല ഉഷാറായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഇനി ഇതിൽ ആ കവർ കുറച്ചുകൂടെ ഹൈറ്റിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം മണ്ണും വളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി ആ ഒരു ജോലിയും കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഓണത്തിനൊരു 10 പൂവെങ്കിലും കിട്ടിയാൽ, അത് അത്ത ഇടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ക്ഷേത്രത്തിലെങ്കിലും കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ 5 പൂ കാണുമെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചൊരു വട്ട് കാണിച്ച് വാങ്ങി വെച്ചേക്കുന്നതാണ്. എന്താവുമെന്നറിയില്ല. ഇന്ന് നല്ല കാലാവസ്ഥ, നല്ല വെയിലും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് 2-3 പേര് വിരിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട് യെല്ലോ ഫ്ലോർ പിങ്കാണ്, നല്ലൊരു ഫ്ലവർ. ചെറിയ ടബാണ് കേട്ടോ, എല്ലാം അതിലാണ് വെച്ചേക്കുന്നത്. അതിലും പിന്നെ ഒരു ബഡും കൂടെ വന്നിട്ടുണ്ട്. 1-2 എണ്ണമൊക്കെ കരിഞ്ഞും പോയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ക്യാമല ലവ്, അതിൽ ഒരു ബഡും കൂടെ നിൽപ്പുണ്ട്. വേറെ ബഡൊന്നും വന്നില്ല, ഇനി എന്താകുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നല്ല എണ്ണമൊക്കെ നിൽപ്പുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല. കുറച്ചൊക്കെ പായൽ വന്ന് കിടപ്പുണ്ട്. ഏതൊക്കെയോ 5-6 ടബിൽ പായലായിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രിസ്റ്റൽ വൈറ്റാണ്. വീണ്ടും ബഡ് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് നിൽപ്പുണ്ട്. ഇല അങ്ങ് കളയാം എന്നുവെച്ചാൽ ഇത് ചിലപ്പോൾ ഇനി മുസേക്കതിൻ്റെ ആണോയെന്നറിയില്ല. ഇനി ഒരു മരുന്നും കൂടെ എനിക്ക് വരാനുണ്ട്. വന്ന് കഴിയുമ്പോൾ അതും കൂടെ ഒന്ന് അടിക്കണം. പിന്നെ ഇത് നമ്മുടെ ജൂലിയറ്റിൽ ഇനിയും 2 ബഡുണ്ട്. 3 ബഡുണ്ട്. ഫ്ലോട്ടിംഗ് ലീഫ് കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ വജ്രയും വിരിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചെറിയ ടബിലാണ് കേട്ടോ, പിന്നെ മീഡിയം ഒരു ടബിലാണ്. പിന്നെ ഇത് അവിടെ ഏതാ പിങ്ക് മെഡോ ബോൾ വെറൈറ്റി മൈക്രോ ബോളാണ്. പിങ്ക് മെഡോയിൽ 4 ബഡ് നിൽപ്പുണ്ട്. ഒന്ന് വിരിഞ്ഞ് വരാറായി നിൽപ്പുണ്ട്. അത് വിരിയിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, സിംഗിൾ പെറ്റലായതുകൊണ്ട്. അപ്പോൾ അത് അങ്ങനെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വച്ചതെല്ലാം കണ്ട ഒരു വച്ച അതേപോലെ അങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ചിലതിൽ ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അതിനൊന്നും ഞാനിപ്പോൾ കെയർ ചെയ്യാറേ ഇല്ല. വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ള രീതിക്കാണ് ഇട്ടേക്കുന്നത്. ഇത് വൈറ്റ് എമറാൾഡ് എന്നുള്ള വെറൈറ്റിയാണ്. ഒന്ന് 2 ബഡ് വന്നിട്ടുണ്ട്. ഒരു ബഡ് വന്നത് കരിഞ്ഞു പോയായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. ഒഴിയുന്ന ടബിലില്ല, ഞാൻ വേറെ ഏതെങ്കിലും വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വച്ച് പോയില്ലേ, അപ്പോൾ അവിടെ ഇനി വേറെ ഏതെങ്കിലും പ്ലാന്റ് തന്നെ നമുക്ക് വയ്ക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങൾ. ഇപ്പം പിന്നെ അങ്ങനെ ഒന്നും വലുതായിട്ട് ഞാൻ നോക്കാറില്ല. പിടിക്കുന്നത് പിടിക്കട്ടെ എന്നുള്ള ഒരു ഇതിൽ വച്ചേക്കുവാണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പുതിയ വെറൈറ്റീസ് എല്ലാം അങ്ങ് പോയി. ഇത് നമ്മുടെ റോസ കഴിഞ്ഞ ദിവസം ഞാൻ ശാർക്കൽ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞ ശേഷം അടുത്ത ബഡ് വിരിഞ്ഞതാണ്. നല്ല പ്ലാന്റാണ് കേട്ടോ. ഒത്തിരി വർഷമായി ഞാൻ വാങ്ങിയിട്ട്, 4-5 വർഷമായെന്നാണ് തോന്നുന്നത്. ഇതിന് വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പം സാധാ നമ്മുടെ ചെടികളെ ഒന്നും നോക്കാനേ സമയമില്ല. അതിന് വളം ഇട്ട് കൊടുക്കാറും ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ താമര വന്നതിന് ശേഷം എൻ്റെ സാധാ പ്ലാന്റൊന്നും ഞാൻ നോക്കാറില്ല. മറ്റേത് ഇഷ്ടം പോലെ റോസാണ് വിരിയുന്നത് വീട്ടിൽ. ഇഷ്ടം പോലെ റോസ് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ റോസ്, 10-40 പൂ വരെയും ഒരു ദിവസം ഉണ്ടാകുന്ന ദിവസം ഉണ്ടാകും. ഇപ്പം എല്ലാം താഴെ കൊണ്ടുവച്ച് കുറേ അങ്ങ് പോയി, ഒന്നും അറിയില്ല. ഇത് മാത്രമാണ് ഇപ്പം ഞാനിവിടെ 1-2 പ്ലാന്റ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം താഴ്വശത്താണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇപ്പോൾ ട്യൂബേഴ്സൊക്കെ കിട്ടാനും
ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വയ്ക്കുന്ന ഒന്നിനും എനിക്ക് ട്യൂബേഴ്സൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തന്നെയാണ് എടുത്ത് ഇപ്പോഴും സെയിൽ ചെയ്യുന്നത്. ഇത് മീസോക്ക് എന്നുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ ട്യൂബർ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും വെച്ചതാണ്. 2 ബഡ്, ഇവിടെ ഒരു ബഡ് വന്നത് കരിഞ്ഞു പോയി. അങ്ങനെ ചെടിച്ചട്ടിയിലാണ്. ചെടിച്ചട്ടിയിൽ എല്ലാവരും പറയും 1 2 പൂ അത്രയേ വരത്തുള്ളൂ. ഇല്ല, എനിക്ക് മീസോക്ക് എത്ര പൂ തന്നെന്നറിയാമോ? 10 പൂവിൽ കൂടുതൽ തന്നു. അതുപോലെ തന്നെ പിങ്ക് മിസ്റ്റും തന്നു 10 പൂവിൽ കൂടുതൽ തന്നു. കഴിഞ്ഞ ദിവസമാണ് പിങ്ക് മിസ്റ്റിൽ പൂ കഴിഞ്ഞ് നിൽക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ഒരു ബഡ്. ഇവിടെ നല്ല കാറ്റ് കേട്ടോ. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് ഇന്ന്. നല്ല ഓണത്തിൻ്റേതായ ഒരു കാഴ്ചപ്പാടിലേക്കൊക്കെ വരുന്നെന്ന് തോന്നും കാലാവസ്ഥ. അറിയില്ല, പെട്ടെന്നൊരു മഴയും പെയ്യും, പറയാൻ പറ്റത്തില്ല. നല്ല കാറ്റ് മേലെ നിന്നിട്ടേ വെയിൽ നമ്മൾ അറിയുന്നില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിലെല്ലാം പിടിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഈ ഉള്ളതിനെ തന്നെ നമ്മൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി സ്പേസ് ഇല്ല, ഇനി വയ്ക്കാനും സ്പേസ് ഇല്ല. അപ്പോൾ 10 ടബോളം ഇരിക്കുന്നു. ആരെങ്കിലും ട്രിവാൻഡ്രമാണ്, അപ്പോൾ ആരെങ്കിലും അടുത്തുള്ളവർ വരുവാണെങ്കിൽ അതിനെ അങ്ങ് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആ ടബുകൾ. അല്ലാതെ നമുക്ക് ഇനി ഇവിടെ തന്നെ പച്ചക്കറി വയ്ക്കാനും സ്പേസ് ഇല്ല. ആ ടബുകൾ കൊണ്ടുവച്ചിട്ട് പച്ചക്കറി നട്ട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനും സ്പേസ് ഇല്ല, അതിനും വെയിൽ വേണമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ എല്ലാം ഇത് ഇബാനിയാണ് കേട്ടോ. ഇബാനിയിൽ ഒരു ബഡ് ഇന്നലെ ഒടിഞ്ഞു പോയി. എൻ്റെ കൈ കൊണ്ട് തന്നെ ഒടിഞ്ഞു പോയി അങ്ങ്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ 3 ബഡുണ്ട്. അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.